അപ്പോൾ ഇന്ന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊരിയിലെ ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് കറിയും പഴംപൊരി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ബീഫ് നന്നായിട്ട് കഴുകി വെച്ച ബീഫാണ്. അതിനകത്ത് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ള ഉപ്പിട്ട് കൂട്ടി തിരിഞ്ഞ് വെച്ചിട്ട് 1 മണിക്കൂറായി. ഇനി നമ്മളിത് കുക്കറിലിട്ട് അടിച്ചെടുക്കാം. ഒരു 3 അടികളിൽ അടുപ്പിച്ച് നമുക്ക് എടുക്കാം നോക്കാണ്ട്. അപ്പോൾ ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 6 സവാള ഇട്ടോ, ചെറുതായ സവാള, ഇടത്തരം സവാളയാണ്. ഒരു 100 ഗ്രാം ഉള്ളി ഇട്ട് കൊടുത്തേക്കാം, ചെറുള്ളി. ഒരു 5 പച്ചമുളക് കീറിയത് ചെറുതായിട്ട്. ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂണ്. 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത്. ഇച്ചിരി വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് 1 ടീസ്പൂൺ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് മുളക് ഇട്ട് കൂട്ടി തീ വെച്ചേക്കുന്നല്ലോ. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി നമുക്കൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. മീറ്റ് മസാല 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കൊടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യമുള്ള ഇട്ട് വെക്കാം കേട്ടോ. അത് ഉപ്പ് ഇട്ടേക്കുന്നതാണ്. ഇപ്പം എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ടേക്കാം. അപ്പം അധികം ഉള്ള ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടുപ്പത്തേക്ക് വയ്ക്കാം. ഗ്യാസ് വെച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. ഒരു 3 അടിയാണ് അടിക്കട്ടെ, അതൊന്ന് നോക്കാം. ഒരു 4 അടിപ്പ് അടിച്ചിട്ടുണ്ട്, നമുക്ക് വെന്തോന്ന് നോക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. കുറച്ച് മതി. എണ്ണ ചൂടാണ്ട് നമുക്ക് വേപ്പിട്ട് കൊടുക്കാം കേട്ടോ. മുകളിട്ട് വെക്കാം കേട്ടോ. മുളക് മൂത്തുണ്ട്, അപ്പൊ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് 4 അടി നമ്മൾ അടിച്ചതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല പഞ്ഞിപോലെയായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെറുതീലിട്ടൊന്ന് വെള്ളം പറ്റിച്ചെടുക്കാം. അപ്പോൾ ബീഫ് നമുക്ക് ചെറുതീയിൽ കുറച്ച് നേരം കിടക്കട്ടെ, അത് വാങ്ങിയിട്ട്. അപ്പോഴേക്കും നമുക്ക് പഴംപൊരിക്കുള്ള മാവ് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മൈദ ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. കടലമാവ് നമുക്ക് 1 ടീസ്പൂൺ കൊടുക്കാം കേട്ടോ. കടലമാവ് ഇട്ടാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അരിപ്പൊടി നമുക്കൊരു 1 ടീസ്പൂൺ, വലിയ ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര നമുക്കൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ടീസ്പൂണാണ്, 3. ഉപ്പ് നമുക്ക് ആവശ്യമുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം ഉപ്പ് വേണ്ട. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം നോക്കി ഒഴിച്ചാൽ മതി. നമുക്ക് മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരുവത്തിൽ എടുക്കണോട്ടോ മാവ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ മാവ് നമുക്ക് വെക്കണം. 1/2 മണിക്കൂർ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് ബീഫ് കറി ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പഴംപൊരിക്കുള്ള ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടാവണ നേരം നമുക്ക് ഈ പഴം ഒന്ന് പീസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു പഴം 3 ആക്കിയിട്ടാണ് കട്ട് ചെയ്യണേ. ഇതുപോലെയാണ് കട്ട് ചെയ്യുക. ഒരു പഴം 3 ആക്കി വെച്ചാൽ കട്ട് ചെയ്യാമേ.
പഴം നമ്മൾ പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായി നോക്കാം കേട്ടോ. ഒരു തുള്ളി മാവാണ് ഇട്ട് നോക്കാം നമുക്ക്. എണ്ണ ചൂടായി നിൽക്കുക. ഇത് പഴം ഇടാം. നമുക്ക് പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. പഴംപൊരി ആയിട്ടുണ്ട്. നമുക്ക് പോരാട്ടാ. രണ്ടാമത് ഇട്ട് കൊടുക്കാട്ടാ. പോരാട്ടാ. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പായിട്ട് പോരാ. പഴംപൊരി റെഡിയായിട്ടുണ്ട്. നമുക്ക് ബീഫ് ഇട്ടിട്ട് കഴിച്ചു നോക്കാം കേട്ടോ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. പഴംപൊരി ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ബീഫും പഴംപൊരി ഇപ്പോൾ എല്ലാവർക്കും ഫേമസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.